ശ്രീനന്ദയുടെ മൃതദേഹത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അവർ ആദരാഞ്ജലി അർപ്പിച്ച് നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ആ ജനപ്രവാഹവുമൊക്കെ പ്രേക്ഷകർക്ക് കാണാം. വർഷ ഗിരീഷ് കടമ്പഴിപ്പുറത്തെ ഈ വീട്ടിന് മുന്നിൽ നിന്നും ചേരുകയാണ്. വർഷ ഗിരീഷ്, വളരെ വൈകാരികമായ വികാരനിർഭരമായ രംഗങ്ങൾക്കാണിപ്പോൾ കടമ്പഴിപ്പുറം സാക്ഷ്യം വഹിക്കുന്നത്, ആ വീട് സാക്ഷ്യം വഹിക്കുന്നത്. നാട്ടുകാരൊക്കെ, ഉറ്റവരൊക്കെ, ഉടയവരൊക്കെ, സഹപാഠികളൊക്കെ, അധ്യാപകരൊക്കെ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീനന്ദയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി. എന്താണ് അവിടെ നിന്ന് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ദിലീപ് കുമാർ, ശ്രീനന്ദയുടെ കളിയും ചിരിയും മുഴങ്ങിയിരുന്ന വീട്ടിലിപ്പോൾ കരച്ചിലുകളും സങ്കടങ്ങളും തളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. വളരെ വൈകാരികമായ രംഗങ്ങളാണ് ശ്രീനന്ദയുടെ ഈ വീടിന് മുറ്റത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീനന്ദയെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നാട്ടുകാരെ നമ്മൾ കാണുന്നുണ്ട്. വലിയ രീതിയിലുള്ളൊരു ജനപ്രവാഹം തന്നെയാണ് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം അത്രമാത്രം നാടിനെ നടുക്കിയ സംഭവമായിരുന്നു ഈ ശ്രീനന്ദയുടെ മരണമെന്ന് പറയുന്നത്. 4 ദിവസമായി തിരച്ചിൽ ഉൾപ്പെടെ നടത്തിയിട്ടും ശ്രീനന്ദയെ ജീവനോടെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടത്തിലാണ് നാട്ടുകാരെല്ലാം ഉള്ളത്. വലിയ പ്രാർത്ഥനയിലായിരുന്നു, വലിയ പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാരും അതേപോലെ സഹപാഠികളും ബന്ധുക്കളും എല്ലാം ഉണ്ടായിരുന്നത്. ഒപ്പം പോയ ഈ സംഘത്തിലെ ബാക്കി 39 പേരും വളരെയധികം വേദനയോടുകൂടിയാണ് ഇപ്പോൾ ഇവിടേക്ക്, നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവം വളരെയധികം ഈ പാലക്കാട് മണ്ണിനെ വളരെയധികം വലിയ കണ്ണീരിൽ ആഴ്ത്തി എന്നുള്ളത് വേണം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പം മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ ശ്രീനന്ദ എന്ന് പറയുന്നത് വളരെ മിടുക്കിയായിട്ടുള്ള കുട്ടിയായിരുന്നു എന്നാണ് സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടെ പറയുന്നത്. പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്ന ശ്രീനന്ദയ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ വലിയ ജോലിയിൽ എത്തണം ഉൾപ്പെടെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം സഫലമാകാതെയാണ് ഇപ്പോൾ ശ്രീനന്ദ മടങ്ങുന്നത്. ചെറുപ്രായത്തിലെയുള്ള ഈ മടക്കം മാതാപിതാക്കളെ സംബന്ധിച്ച് വളരെ വിഷമം നിറഞ്ഞതാണ്. കാരണം കഴിഞ്ഞ 4-ാം തീയതി, ഒരാഴ്ച മുമ്പ്, വളരെ സന്തോഷത്തോടു കൂടിയാണ് മകളെയും കൂട്ടി ഈ മാതാപിതാക്കൾ വീട്ടിൽ നിന്നും വിനോദയാത്രയ്ക്കായി തിരിച്ചത്. മകളുടെ ചേതനയറ്റ ശരീരവുമായി തിരിച്ചു വരേണ്ടി വരുമെന്ന് അന്ന് സ്വപ്നങ്ങളിൽ പോലും ഈ മാതാപിതാക്കൾ കരുതി കാണില്ല. കാരണം ഒരു പതിവ് പോലെ വിനോദയാത്ര പോകാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇത്തവണയും പോയത്. ഒപ്പം ബന്ധുക്കളും മറ്റു സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. സുരക്ഷിതമായ യാത്രയായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷേ വളരെ വിചാരിക്കാതുണ്ടായ ഒരു അപകടമായിരുന്നു ഇതെന്ന് പറയുന്നത്. ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെടുക്കുന്നത് വരെ ആ അച്ഛനും അമ്മയും വലിയ പ്രതീക്ഷയിലായിരുന്നു. മകൾ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാകുമെന്നോ ആരെങ്കിലും അപായപ്പെടുത്തിയതായിരിക്കുമെന്നുമായിരുന്നു അവസാനം വരെ ആ മാതാപിതാക്കളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. എന്നാൽ മൃതദേഹം കണ്ടതോടുകൂടി ആകെ തളർന്നു പോവുകയായിരുന്നു മാതാപിതാക്കൾ. മകൾ ഇനി ഇല്ലല്ലോ എന്നുള്ള ഒരു വേദന ഇപ്പോഴും ഉൾക്കൊള്ളാൻ വേണ്ടി മാതാപിതാക്കൾക്കായിട്ടില്ല. അതോടൊപ്പം തന്നെ ശ്രീനന്ദയുടെ ഏട്ടൻ, സഹോദരൻ ഈ വീട്ടിലുണ്ട്. പരീക്ഷയായത് കാരണമാണ് സഹോദരന് ഈ ഒരു വിനോദയാത്രയിൽ പോകാൻ കഴിയാതിരുന്നത്. ഇപ്പോൾ ശ്രീനന്ദയുടെ മൃതദേഹം കാത്തിരിക്കുകയായിരുന്നു ആ ചേട്ടൻ ഈ വീട്ടിൽ. വളരെയധികം സ്നേഹത്തോടു കൂടിയായിരുന്നു ശ്രീനന്ദയും സഹോദരനും. ഇനി ആ സഹോദരി ഇല്ല എന്നറിയുമ്പോൾ ആ സഹോദരൻ്റെ ആ വേദന എത്രമാത്രമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അങ്ങനെ ആകമൊത്തം വളരെയധികം ഒരു വൈകാരികമായ നിമിഷങ്ങൾക്കാണ് ഈ പാലക്കാട്ടെ വീട് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കൂത്തറ വീട്ടിൽ ഇനി ശ്രീനന്ദയുടെ ഓർമ്മകൾ മാത്രമാണുള്ളത്. ശ്രീനന്ദയില്ല, ശ്രീനന്ദയുടെ കളിച്ചിരിയില്ല, ഡാൻസ് ഇല്ല, പാട്ടില്ല, ഒന്നുമില്ല എന്നറിയുമ്പോൾ, ആ വാത്സല്യം ഇനി ഇല്ല എന്നറിയുമ്പോൾ ഉള്ള വേദനയാണ് നാട്ടുകാർക്കും എല്ലാവർക്കും ഉള്ളത്. ശ്രീനന്ദ വളരെ ഈ പറഞ്ഞ പോലെ തന്നെ നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ശ്രീനന്ദയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പാട്ട് പാടാനും നൃത്തം ചെയ്യാനും വളരെ മിടുക്കിയായിരുന്നു ശ്രീനന്ദ. പഠനത്തിലും ആ മികവ് കാട്ടിയെന്നുള്ളതാണ് ഈ സഹപാഠികളെല്ലാം പറയുന്നത്. വലിയ പ്രതീക്ഷയായിരുന്നു ശ്രീനന്ദയിൽ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ഉണ്ടായിരുന്നത്. വളരെ ഉയരങ്ങളിൽ എത്തേണ്ടിയിരുന്ന ഒരു കുട്ടിയാണിപ്പോൾ ചേതനയറ്റ ശരീരമായി വീട്ടിലേക്ക് മടങ്ങി എത്തിയിരിക്കുന്നത്. എന്തായാലും കൂത്തറയിലെ വീടാകെ ഒരു സങ്കടക്കടലായി മാറിയിരിക്കുകയാണ് ദിലീപ്. ഇനി എന്തായാലും അല്പസമയം കൂടിയേ ശ്രീനന്ദ സ്വന്തം വീട്ടിലുണ്ടാവുകയുള്ളൂ. 12 മണിയോടുകൂടി തന്നെ മൃതദേഹം എടുക്കുമെന്നാണുള്ളത് അറിയാൻ കഴിയുന്നത്. ശേഷം തിരുവില്ലാമലയിലെ പാമ്പാടി ഐവർമഠം ശ്മശാനത്തിലായിരിക്കും സംസ്കാരം നടക്കുക. അതോടുകൂടി ശ്രീനന്ദയെ ഇനി കാണാൻ കഴിയില്ല എന്നുള്ള വേദനയിലാണ് നാട്ടുകാരും മാതാപിതാക്കളും. അതുകൊണ്ട് തന്നെയാണ് അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയ രീതിയിൽ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നത്. ശ്രീനന്ദയെയും കൊണ്ടുവരുന്ന ആംബുലൻസും കാത്തിരിക്കുകയായിരുന്നു പ്രദേശവാസികളും സുഹൃത്തുക്കളും എല്ലാം.
അല്പം മുമ്പ് നമ്മൾ ഇവിടെ തൊട്ടടുത്ത വീട്ടിലേക്ക് നോക്കിയപ്പോൾ കണ്ട ദൃശ്യമെന്ന് പറയുന്നത് 2 പെൺകുട്ടികൾ ഇരുന്ന് വളരെ ഉറക്കെ കരയുന്ന രംഗമാണ്. ശ്രീനന്ദയുടെ സുഹൃത്തുക്കളാണ്. അതെല്ലാം കണ്ടപ്പോൾ കാണുന്ന നമ്മൾക്ക് കൂടി വളരെയധികം വൈകാരികമായി മാറുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളെല്ലാം പോയത്. എന്തായാലും അല്പസമയം കൂടെ വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും. ശേഷം ഈ തിരുവല്ലാമലയിലെ പാമ്പാടി ശ്മശാനത്തിൽ സംസ്കാരം നടക്കും. ദിലീപ്, 10ാം ക്ലാസ് പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുകയായിരുന്നു ശ്രീനന്ദ. പഠനത്തിൽ മാത്രമല്ല പാഠ്യേതര പ്രവർത്തനങ്ങളിലും വളരെ മിടുക്കിയായിരുന്നു ശ്രീനന്ദ. ഗാനാലാപനം, ഡാൻസ് തുടങ്ങിയ ഇനങ്ങളിൽ മികവ് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനതല ശാസ്ത്രമേള, പ്രവൃത്തി പരിചയമേള എന്നിവയിൽ ശ്രീനന്ദ സമ്മാനവും നേടിയിട്ടുണ്ട്. മാതാപിതാക്കളുമൊത്ത് കർണാടകയിലേക്ക് വിനോദയാത്ര പോയതായിരുന്നു. അവിടെ നിന്ന് ആ പ്രദേശത്ത് നിന്ന് കടമ്പഴിപ്പുറത്ത് നിന്ന് ഏതാണ്ട് 40ഓളം പേരും ഈ വിനോദയാത്രാ സംഘത്തിലുണ്ടായിരുന്നു. നാദാപുരത്തെ ശരണ്യയെപ്പോലെ കാട്ടിൽ അകപ്പെട്ട് നാദാപുരത്തെ ശരണ്യ പിന്നീട് തിരികെ വന്നതുപോലെ ശ്രീനന്ദയും തിരികെ വരും എന്ന പ്രതീക്ഷയിലായിരുന്നു ഈ നാട്ടുകാർ. പക്ഷേ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ശ്രീനന്ദ മരിച്ചു എന്നത്. ഇപ്പോൾ മൃതദേഹം കടമ്പഴിപ്പുറത്തെ വീട്ടിലാണ് പൊതുദർശനത്തിനായി വച്ചിരിക്കുന്നത്. നാട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെയായി ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ അവിടെ ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നാട് ശ്രീനന്ദ തിരികെ വരണമേ എന്ന പ്രാർത്ഥനയിലായിരുന്നു. പക്ഷേ ആ പ്രാർത്ഥനകൾ വിഫലമാക്കിക്കൊണ്ട് ഇന്നലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.